മതേതര രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങളെ ശരീഅത്ത് നിയമത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന കിരാത നിയമ ഭേദഗതികളായിരുന്നു വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് 1995-ലും 2013-ലും അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തത്. 1995-ൽ നരസിംഹറാവു വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട് ബില്ലിലൂടെ അവതരിപ്പിച്ചു. വഖഫ് ബോർഡിന് വലിയ രീതിയിലുള്ള അധികാരങ്ങൾ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഒപ്പം തന്നെ 2013-ൽ 1995-നേക്കാൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ അനിയന്ത്രിതമായിട്ടുള്ള ഒരു അധികാരങ്ങൾ വഖഫിന് നൽകുന്ന രീതിയിലേക്കാണ് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അവർ അധികാരം കൈമാറുന്നതിന് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കേന്ദ്രമന്ത്രി കിരൺ റിജു പാർലമെന്റിൽ കൊണ്ടുവന്ന വളരെ ചരിത്ര പ്രാധാന്യമേറിയ, പ്രത്യേകിച്ച് മതേതര രാജ്യമായ ഇന്ത്യയിലെ മതേതര സങ്കല്പങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതര മത വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമേറുന്ന ചരിത്ര പ്രാധാന്യമേറിയ വഖഫ് അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം അതിനെ എതിർക്കുകയും തുടർന്ന് അത് JPC-യുടെ പരിഗണനയ്ക്ക് വിടുകയും JPC പൊതുജനങ്ങളിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. ഇന്നത്തെ നിലപാട് ചർച്ച ചെയ്യുന്നത് ഈ വഖഫ് ബില്ല്, അതിലൂടെ നമ്മുടെ രാജ്യത്ത് ഒളിച്ച് കടത്തിയ ചില മത ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു അജണ്ടകൾ, ഈ വഖഫ് ബില്ലിലൂടെ ഈ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ നൽകിയതിലൂടെ ജനങ്ങളുടെ കണ്ണീര് എത്രത്തോളം നമ്മുടെ രാജ്യത്ത് വീണിട്ടുണ്ട്. ഒപ്പം ഈ വഖഫ് ബോർഡ് നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലും ഈ മുനമ്പം ചെറായി പ്രദേശത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, വഖഫ് ബില്ലിന്റെ അപകടങ്ങൾ, 1995-ലെയും 2013-ലെയും വഖഫ് ബില്ലിന്റെ അപകടങ്ങൾ, ഇതൊക്കെയാണ് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോർജ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ അറിയാതെ തന്നെ അവരെ ഒരു ശരീഅത്ത് നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന ഒരു കിരാത നിയമ ഭേദഗതികളായിരുന്നു വഖഫുമായി ബന്ധപ്പെട്ട് 1995-ലും 2013-ലും അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നത്. ഈ 1995-ലെ ആ ഒരു ഭേദഗതി ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഈ ബാബറി മസ്ജിദ് തകർന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പറയുന്ന രഥയാത്രയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, അപ്പോൾ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിനൊരു ബദലായിട്ട് കോൺഗ്രസിന്റെ ഒരു ട്രപ്പീസ് കളി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 1995-ലെ ഒരു നിയമ ഭേദഗതിയും കാര്യങ്ങളൊക്കെ വഖഫുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ മുസ്ലിം മതവിശ്വാസികൾ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അവർക്ക് മതപരമായി അവർ കൈവശം വെച്ചിരിക്കുന്ന ഇപ്പൊ മോസ്കുമായി ബന്ധപ്പെട്ട ഭൂമി, അതിലേക്കൊന്നും ഒരു എന്താ പറയുക, അതിലേക്ക് ആരും അവകാശവാദം ഉന്നയിക്കുക ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ശരീഅത്ത് നിയമം, അതായത് വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറഞ്ഞ ഒരു ശരീഅത്ത് നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ബാധകമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഈ സ്വാതന്ത്ര്യം മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കും. നമുക്കറിയാം, ഇവിടുന്ന് ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ഈ പറയുന്ന മുസ്ലിം മതവിഭാഗക്കാരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വഖഫിന്റെ കീഴിലേക്കാണ് കൊണ്ടുവന്നത്. അതിനെ ക്രോഡീകരിക്കാൻ വേണ്ടി 1954-ൽ വഖഫ് നിയമം കൊണ്ടുവരുന്നു. പക്ഷേ മറു സൈഡിൽ പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹിന്ദു ക്രൈസ്തവ ജനങ്ങൾ, ഇന്ത്യയിലേക്ക് വന്ന ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് വന്ന ജനങ്ങളുടെ ഭൂമിയൊക്കെ പാകിസ്ഥാൻ ഗവൺമെന്റ് കയ്യിൽ വെക്കുകയായിരുന്നു ചെയ്തത്. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഈ വഖഫ് നിയമത്തെ ഒരു അപകടകരമായിട്ടുള്ള ഒരു കരിനിയമമായി നമ്മൾ കാണുന്നു എന്നതിനെ പറ്റി ഒരു 3 ആസ്പെക്ട് ഒന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 1995-ലെ വഖഫ് നിയമനിർമ്മാണം, അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു പൊതുസ്ഥലമോ പൊതുവസ്തുവോ ഉപയോഗിക്കുന്നയാൾ അത് വഖഫായി നേർന്നാൽ അതുപോലും വഖഫ് പ്രോപ്പർട്ടിയെ പരിഗണിക്കുന്ന നിർവചനം ആക്ടിലെ ഒരു 3-ാം വകുപ്പിന്റെ ഉപവകുപ്പായിട്ട് ചേർത്തിട്ടുണ്ട്. അതായത് പൊതുസ്ഥലം ഒരാള് വഖഫായിട്ട് ചുമ്മാ അങ്ങ് നേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫിന്റെ കീഴിലേക്ക് വരുന്നു. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട കെട്ടിടമോ സ്ഥലമോ അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന 39(3) വകുപ്പിന്റെ ഒരു പ്രയോഗം. നമുക്കറിയാം അതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത്, നമുക്കൊരു നിസ്കാര സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഉയർന്നു വന്ന ചില ആവശ്യങ്ങൾ, അപ്പോൾ അത് എത്രത്തോളം ഒരു അപകടകരമായിട്ടുള്ള സൂചനയിലേക്കാണ് ആ ഒരു ആവശ്യം എന്നതിന്റെ ഒരു നേർദൃഷ്ടാന്തമാണ് ഈ വഖഫ് ആക്ടിലെ ഈ ഒരു സംഗതി. മതപരമായ
മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട ഒരു വസ്തു, അത് ആ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ അവസാനിച്ചാൽ പോലും ആർക്ക് വേണമെങ്കിലും അത് വഖഫ് ബോർഡിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നൊരു സംഗതി. പിന്നീട് ഒരു വസ്തു വഖഫ് പ്രോപ്പർട്ടി ആണോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന 40-ാം അനുച്ഛേദം എന്ന് പറയുന്നത് തികച്ചും ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആരെങ്കിലും നിയമപ്രകാരം, ഇന്ത്യയിലെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു ഭൂമി വഖഫിന് അങ്ങ് തോന്നുവാണ്, വഖഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വഖഫിന് അത് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നൊരു കാര്യം. ഒപ്പം വഖഫ് ട്രൈബ്യൂണലിന് അമിതമായിട്ടുള്ളൊരു അധികാരം നൽകുന്ന ഒരു സംഗതി. 85-ാം വകുപ്പ് പ്രകാരം ഒരു മുൻസിഫ് കോടതിയെ പോലും നമുക്ക് സമീപിക്കാൻ സാധിക്കില്ല. അത് ഇന്ത്യയിലെ ഒരു മതേതര സ്വഭാവമുള്ള ഇന്ത്യയിലെ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സംവിധാനത്തെ സമീപിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് പോകുന്നത്. ഇനി 2013 എന്താണ് സംഭവിച്ചത്? ഈ വഖഫ് ക്ലെയിം ചെയ്യുന്ന ഭൂമി വർഷങ്ങളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഒരാളെ ഒരു എൻക്രോച്ചർ എന്ന രീതിയിലേക്ക് കാര്യം കൊണ്ടുവരാൻ പറ്റും. ഒപ്പം തന്നെ ആ വ്യക്തിയെ ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള ഒരു അധികാരം വഖഫ് ബോർഡിന് കൊടുത്തിട്ടുണ്ട്. തികച്ചും മതപരമായിട്ടുള്ള ഒരു സംഗതി അല്ലെ. നമ്മളത് ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മുസ്ലിം ഇതര മതവിഭാഗക്കാരുടെ ഒരു കണ്ണീര് രാജ്യത്ത് വീഴ്ത്തിയ ഒരു കിരാത നിയമം തന്നെയല്ലേ ഈ വഖഫ്? ജോർജി, നമ്മുടെ ഈ വഖഫിനെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ കാരണം ഇതാണ്. ഈ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും നൽകുന്ന അല്ലെങ്കിൽ അവകാശം നൽകുന്ന പല പല കാര്യങ്ങളിലെ ഒരു കടന്നുകയറ്റമാണ് ശരിക്കും ഈ വഖഫിലുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നതാണ്, ശരിക്ക് വഖഫിന് തോന്നുകയാണ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി തങ്ങളുടെയാണെന്ന് തോന്നിയാൽ പിന്നെ ആ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അത് തങ്ങളുടെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വഖഫിന് യാതൊരു ഡോക്യുമെന്റേഷനും അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യയിൽ നമ്മുടെ ഒരു കോമൺ നിയമപ്രകാരം നമ്മളൊരു സിവിൽ കോർട്ടിൽ പോകുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു എന്നാ പറയുക, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ വസ്തുവായിട്ട് സംബന്ധിച്ച ഒരു ക്ലാഷ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലെയിം ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് ആവശ്യമായ കുറച്ച് തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. ഇനി ഇത് ആരുടെ പ്രോപ്പർട്ടിയാണോ അവർ അവകാശപ്പെടുന്നത്, അവർ ഇത് തങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും അവർ തയ്യാറാക്കണം. അത് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കട്ടെ, ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഉടമസ്ഥനെ അത് റിപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അവർ നേരെ റിപ്പോർട്ട് ചെയ്യുന്ന തഹസിൽദാരിനെയും അതുപോലെ അവർ നേരെ റിപ്പോർട്ട് ചെയ്യുന്ന വില്ലേജ് ഓഫീസറെയാണ്. അപ്പൊ അതെ അതെ അപ്പൊ അവർ ഈ തഹസിൽദാറിനെയും വില്ലേജ് ഓഫീസറിനെ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ മതി അവിടെ, മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അറിയോ, ശരിക്കും ഇവർ പിന്നീട് കരമടയ്ക്കാനൊക്കെ പോകുമ്പോഴാണ് ഇവർക്ക് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഇഷ്യൂ മനസ്സിലാക്കുന്നത്. അപ്പം മെയിൻ പ്രശ്നം ഇതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അതിൻ്റെ ഒരു ആമുഖത്ത് തന്നെ നമുക്ക് അഷ്യൂർ ചെയ്യുന്ന പല പല റൈറ്റുകളുടെ ഒരു കടുത്ത ഒരു ലംഘനമാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ മൊത്തം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുകയാണ്. ഇതാ ഇപ്പോൾ ഈ ചേറായി മുനമ്പം ഭാഗത്ത് 650ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലം ഇപ്പോൾ അത് അവരുടെ അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അവർക്ക് അതിനൊരു യാതൊരു റൈറ്റും ഇല്ല, അവർക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് ലോൺ കിട്ടി. എന്തൊരു ദുരവസ്ഥ എന്ന് നോക്കിയേ. അതുപോലെ തമിഴ്നാട്ടിലെ 6ഓളം ഗ്രാമങ്ങൾ, അതുപോലെ ഗുജറാത്തിലെ 2ഓളം ഐലൻഡുകൾ, ഇനി അത് മധ്യപ്രദേശിൽ എന്നാ പറയുക, പിന്നെ അവിടെയുള്ള ചില പഴയ കെട്ടിടങ്ങൾ, കോട്ടകൾ, ഇങ്ങനെ ഓൾ ഓവർ ഇന്ത്യ, താജ്മഹൽ അടക്കം സകല ഇടങ്ങളിലും. ഇനി ഞാൻ പറയുന്നതിൻ്റെ വലിയ അപകടം മനസ്സിലാക്കണം. ഈ അംബാനി, അതായത് ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഒരു പ്രമുഖനായ സമ്പന്നൻ കോടീശ്വരനായ അംബാനിയുടെ പ്രോപ്പർട്ടിക്ക് വരെയും വഖഫ് ബോർഡ് ക്ലെയിം പറയുന്നുവെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ? നമ്മൾ എങ്ങോട്ട് പോകുന്നു പറയാം. അതാണ് അപ്പം അത്ര ആ രീതിയിലുള്ള. അപ്പം അതങ്ങ് വെച്ച് നോക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ശരിക്ക് ഈ അന്യമതസ്ഥരുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതാണ് ഈ വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ കാലാകാലങ്ങൾ ഭേദഗതി ചെയ്തത്. ഞാൻ പറയുകയാണ്, 1995 ഭേദഗതി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ചെറിയ പ്രത്യേകിച്ച് സെക്ഷൻ 40, സെക്ഷൻ 83, 84, സെക്ഷൻ 108A, 109 ഇങ്ങനെയുള്ള ചില സെക്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു സെക്ഷൻ പറയാം. ഈ സെക്ഷൻ 40 കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞറിയോ, അറ്റ് വിൽ വഖഫിന് തോന്നിയാണ്. ചുമ്മാ അത് എന്തൊരു അവസ്ഥയാണ്. അത് വെച്ചാൽ സാമാന്യം വരെ പറയുകയാണെങ്കിൽ അതൊരു തോന്നിവാസമാണ് ശരിക്കത്. ചുമ്മാ തോന്നിയ മാത്രം. അപ്പം അതിൻ്റെ അടുത്ത് യാതൊരുമില്ല. ഇനി ഈ 108A പറഞ്ഞൊരു കാര്യമാണ്, വഖഫിൻ്റെ നിയമത്തെക്കാൾ ഉപരിയായി വേറൊരു നിയമമില്ല. റോബിൻ മനസ്സിലാക്കണം, നമ്മുടെ ഭരണഘടന നമുക്ക് എന്നാ പറയുക നൽകുന്ന നിയമങ്ങൾ പോലും, അല്ലെങ്കിൽ നമുക്ക് അവകാശം നൽകുന്ന നിയമങ്ങൾ പോലും ഇതിൻ്റെ മുകളിലുള്ളത് മനസ്സിലാക്കണം. ഇനി നമുക്കൊരു കോർട്ടിനെ സമീപിക്കാൻ പറ്റുമോ? ഈ 54 നിയമപ്രകാരം നമുക്ക് ഒരു കോർട്ടിനെ സമീപിക്കാൻ പറ്റും. വളരെ ഒരു നീക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1995 ഈ ഒരു ഭേദഗതി വന്നപ്പോൾ പിന്നെ നമുക്കൊരു
കോർട്ടിനെ സമീപിക്കാൻ പോലും അതിന് പ്രസക്തിയില്ലാത്ത അവസ്ഥയാണ്. ഹൈക്കോടതി പോലും ഉത്തരവിന് ലിമിറ്റേഷൻസ് മനസ്സിലാക്കണം. അവർ ട്രൈബ്യൂണൽ എന്തു പറയുന്നു? ഇനി ട്രൈബ്യൂണലിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഒരു മുസ്ലിം പണ്ഡിതനുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, വേറൊരാളുടെ ഒരു പ്രോപ്പർട്ടിക്ക് അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം ഈ ഒരു ഉടമസ്ഥൻ ശരിക്കുള്ള ആ ഒരു ഇത്രയും കാലം ആ പ്രോപ്പർട്ടി കൈവശം വെച്ച ആള് ഈ ട്രൈബ്യൂണലിന് മുന്നിൽ പോയി ഓച്ചാനിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഓർത്ത് നോക്കിയേ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഭയങ്കരമായ ഒരു എൻക്രോച്ചും കടന്നുകയറ്റമാണ്. ഇതാണ് ജനത്തെ ഇപ്പം ഒരു വേറെ കാര്യം എന്ന് പറയുമോ, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ ഒരു അറിവില്ലായിരുന്നു ഇത്രയും കാലങ്ങൾ. ഞാൻ ചോദിക്കുകയാണ്, നമ്മളൊരു നിയമനിർമ്മാണ സഭയിൽ ഇത്ര നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ട കടമയെങ്കിലും ഇവർക്കൊക്കെ ഇല്ലേ? ഞാൻ പറയാം, ഇവിടുത്തെ ഇന്ത്യയിലെ MP-മാർക്ക് ശരിക്കും ഇല്ലേ? അവർ മനസ്സിലാക്കേണ്ട എന്താണ് ചെയ്യുന്നത്? ഇനി ജോർജിയോട് പറഞ്ഞ പോലെ ഈ 1995 ശരിക്ക് എന്താ പറയുക, ഈ ഒരു ന്യൂനപക്ഷ വോട്ടിന് കോൺഗ്രസിനോട് ചേർത്ത് നിർത്താൻ വേണ്ടി കാണിച്ചൊരു വലിയ ഒരു പ്രവൃത്തിയാണ് ശരിക്കും മനസ്സിലാക്കണം. അബദ്ധമാണ് കാണിച്ചത്. അപ്പോൾ ആ അബദ്ധം ഇവരെടുക്കുമ്പോൾ ഇവിടെ മുമ്പിൽ പല കൺസേൺ ഉണ്ട്. ശരി, ബാബർ മസ്ജിദിന്റെ പ്രശ്നമുണ്ട്, മറ്റു പല ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ മുസ്ലിം വോട്ട് ബാങ്ക് പോകാൻ പാടില്ല, അതാണ് ശരിക്കുള്ള കൺസേൺ. അത് പോകാൻ പാടില്ല, അതിനുവേണ്ടിയാണ് ഇവർ ഈ വക. അപ്പോൾ ആ ഒരു ലാക്കിൽ, ആ ഒരു മറവിൽ ശരിക്കൊരു വലിയ അധിനിവേശനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഫാക്ട് ഒഴിച്ചു വെച്ച് ഇനി ഇവിടെ ഒറ്റൊരു പോലും ഞാൻ പറയാം, ഇവിടെ മറ്റൊരു കൺസേൺ അറിയോ, ഇതൊക്കെ ഒരു റിലീജിയസ് സെന്റിമെന്റ്സിന്റെ കേസ്. അതാണ് വിഷയം. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. വഖഫ് ബോർഡ്, വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഒരു റിലീജിയസ് മതപരമായ കാര്യമേ അല്ല. അതൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റിയുള്ള മറ്റൊരു ബോഡിയാണ് ശരിക്കും മനസ്സിലാക്കണം. അന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ സാധാരണക്കാർക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലായത്. സാധാ വിശ്വാസികളെ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ഇത് അറിവുള്ളവർ ഇതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ ആഴവും വ്യാപ്തിയും ഇത് ഏതർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു റിലീജിയസ് സെന്റിമെന്റ്സ് വരുമ്പോൾ പ്രശ്നം വള്ളാതാവും. എന്താ പറഞ്ഞാൽ, അവരുടെ മതപരമായ കാര്യങ്ങൾ കയറി കൈകടത്തുന്നു, അവരുടെ മതപരമായ വിശ്വാസങ്ങളെ ഹനിക്കുന്നു. ഇനി ആദ്യത്തെ മറ്റൊരു രണ്ടു പോയിട്ട് പറയുകയാണെങ്കിൽ അനുസരിച്ച് നമ്മൾ ഈ ഭേദഗതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പോയിട്ട് കണ്ട് ഈ മറ്റു ഒരു മതസ്ഥനെ ഈ ട്രൈബ്യൂണലിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് അത്രയധികം പറയാൻ പറ്റില്ല. ഇവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ന്യായമായ ചില കാര്യങ്ങൾ, ചില കടന്നുകയറ്റങ്ങളുണ്ട്. അവിടെയാണ് ഇതിപ്പോൾ ഈ വഖഫ് ബോർഡ് കൊടുത്തേക്കുന്ന ഒരു വലിയ അധികാരമുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അങ്ങോട്ട് ക്ലെയിം ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയുള്ള ചെറിയ ചില സെക്ഷൻസ് ഉണ്ട്. അവിടെയൊക്കെയാണ് കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ മറ്റുള്ളവരുടെ അവകാശത്തെ, അവരുടെ ജീവിതത്തിൻ്റെ പല പല മേഖലകളെ ഹനിക്കുന്ന രീതിയിലുള്ള അത്തരം പ്രവൃത്തികളിലാണ് വഖഫ് നിയമങ്ങൾക്ക് ഭേദഗതി വരേണ്ടത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റാണ് റൂബിൻ. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മുൻ ആധാരങ്ങൾ നമ്മൾ നോക്കും, അത് കറക്റ്റായിട്ടാണോ, ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം നോക്കും. ഇപ്പൊ ഈ വഖഫൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു 1000 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ്. അത് ഏതെങ്കിലും സുൽത്താന്റെ കാലത്ത് ആൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ, വഖഫിന് കൊടുത്തിരുന്നോ എന്നൊരു ചരിത്രം എടുത്ത് പരിശോധിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ പോകുന്നത്, അല്ലേ? അത് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ 80-20 എന്ന് പറഞ്ഞ ഒരു നിയമം കേരളത്തിൽ വന്നു, പ്രാതിനിധ്യ നിയമം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത് എത്ര ലോജിക്കില്ലാത്ത ഒരു നിയമമാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിച്ചു. പക്ഷേ അതിനുശേഷം ഈ വഖഫിന്റെ നിയമം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായി ഇതിലും ഭ്രാന്തമായ നിയമങ്ങൾ നമ്മുടെ നിയമസഭകൾ, നമ്മുടെ സഭകൾ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇത് ഏതാണ്ട് കുറെ നൂറ്റാണ്ടുകൾ പിന്നിൽ ഏതോ കാട്ടറബി സംസ്കാരത്തിലുണ്ടായ നിയമം പോലെ അതേപോലെയാണ് തോന്നുന്നത്. ഇത് ഏതോ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നത്, ഒരു ജനാധിപത്യ രാജ്യത്തിന് പറ്റുന്ന നിയമങ്ങളാണ് ഇതെല്ലാം. തോന്നിയ പോലെ പോയിട്ട് ആരുടെയെങ്കിലും വസ്തുക്കൾ ഞങ്ങളുടെയാണെന്ന് പറയുക, അത് എത്ര കാലം പുറകോട്ടാണെങ്കിലും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുക. അത് എത്ര കാലം, ഒരു 1500 വർഷം പുറകിലുള്ള ഒരു അമ്പലത്തിന്റെ പേരിൽ ഇവർ ക്ലെയിം ഉന്നയിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എത്ര കാലം പുറകിലേക്കുള്ളതാണെങ്കിലും ഇവർക്ക് ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള ഇങ്ങനെയുള്ള ഇപ്പം നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കാം. ഇന്ത്യയിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മൈസൂർ ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്നു. ഇതുകൂടാതെ ഹൈദരാബാദിൽ നൈസാം, അതുപോലെ ബംഗാളിന് നവാബ് ഉണ്ടായിരുന്നു, അതുപോലെ മുഗൾ രാജവംശം ഡൽഹി കേന്ദ്രമായിട്ട് അങ്ങനെ ഭരിച്ചിരുന്നു. ഇതെല്ലാം മുസ്ലിം രാജവംശങ്ങളാണ്. ഇവർക്ക് ഇന്ത്യ മുഴുവൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ഒരു പരിധികളില്ലാത്ത ഒരു കാലഘട്ടത്തിന് പരിധികളില്ലാത്ത ക്ലെയിമിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം ക്ലെയിം ചെയ്യാം. ഇനി ഏറ്റവും കോൺട്രവേഴ്സ്യലായിട്ടുള്ള വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങൾക്കും ഉന്നതമാണ് ഈ നിയമം. ഇത് ഇവർ ഒരു വിധി വിധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അപ്പീൽ പോകാൻ പാടില്ല. എന്ത് ഭ്രാന്തമായ നിയമം! ഒരു ജനാധിപത്യ രാജ്യത്തുള്ള നിയമങ്ങളാണ് ഇതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. ഇങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോഴാണ് ഇതുപോലെ ഉള്ള ഭ്രാന്തമായ, ഇനി നമുക്കറിയില്ല എത്രത്തോളം നിയമങ്ങൾ ഇതുപോലത്തെ ഭ്രാന്തമായ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു വസ്തുത എടുക്കാം. ഈ വഖഫ് ബോർഡ് എന്തുവാണ്? ഈ വഖഫ് ബോർഡിന് 1,20,000 കോടിയോളം രൂപ ബാങ്കുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. 8 ലക്ഷത്തിന് മുകളിൽ വസ്തുക്കൾ ഇവർക്കുണ്ടെന്ന് പറയുന്നു. 9 ലക്ഷത്തിന് മുകളിൽ ഏക്കർ സ്ഥലമുണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ വന്നതിന്റെ പിന്നിലെ
പ്രഷർ ഗ്രൂപ്പ് വളരെ വ്യക്തമാണ്. ഇത്രയും ശക്തമായ ഒരു കോർപ്പറേറ്റ് പോലെ നിൽക്കുന്ന ഒരു വഖഫ് ബോർഡിന് ഈ പൊളിറ്റീഷ്യൻസിനെ എല്ലാം സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഇനി വഖഫ് ബോർഡിനെ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട്, വഖഫ് ബോർഡിൻ്റെ ഉള്ളിൽ എത്രത്തോളം അഴിമതികൾ നടക്കുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ പ്രമുഖനായ ഒരു വ്യക്തിക്കെതിരെ നമുക്കറിയാവുന്ന ഒരു ഡോക്ടർ, പുള്ളിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് പുള്ളിക്കെതിരെ വന്നത്. ഇപ്പോഴും കേസ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ അഴിമതി നടക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ വഖഫ് ബോർഡ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെ അഴിമതി നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ സ്ഥലങ്ങൾ, കച്ചവട താല്പര്യത്തോടെയുള്ള സ്ഥലങ്ങൾ ഏതാണോ ഉള്ളത് അവർക്ക് ഈസി ആയിട്ട് അത് മറ്റുള്ള ഇപ്പൊ ഗവൺമെന്റ് ഡെവലപ്മെന്റിന്റെ പേര് പറഞ്ഞ് ആളുകളിൽ നിന്ന് സ്ഥലം എടുക്കുന്നത് പോലെ ഇവർക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു മാധ്യമമായി വഖഫ് ബോർഡ് മാറുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ശരിക്കും നമുക്ക് ഉന്നയിക്കാൻ കഴിയും. കാരണം ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഏകദേശം അങ്ങനെയുള്ള ഒരു വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്ന് വെച്ചാൽ ഈസി ആയിട്ട് അവർക്ക് കച്ചവട ഉറപ്പിക്കാൻ കഴിയുന്ന വലിയ വിലയുള്ള സ്ഥലങ്ങൾ വളരെ ചുളുവിൽ ഏറ്റെടുക്കാനുള്ള ഒരു മാധ്യമമായിട്ട് വഖഫ് ബോർഡിനെ ഉപയോഗിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വസ്തുതകളോട് പറയാൻ കഴിയുന്നത്. കാരണം ഈ 2013 മൻമോഹൻ സിംഗ് സർക്കാർ പടിയിറങ്ങുന്നതിന് മുമ്പ് ഡൽഹിയിലെ ഏകദേശം 120-ലധികം പ്രൈം പ്രോപ്പർട്ടീസ് ആണ് ഈ വഖഫ് ബോർഡിന് കൊടുത്തത്, അല്ലെങ്കിൽ വഖഫ് ബോർഡ് കൈവശപ്പെടുത്തിയത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നിലവിലെ ഇന്ത്യയിലെ ജനങ്ങള് ഇപ്പോൾ ഭൂമി കൈമാറ്റം ചെയ്യുന്ന രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമൊക്കെ അതനുസരിച്ചാണ് അവരുടെ ഭൂമി കൈമാറ്റങ്ങളൊക്കെ നടത്തുന്നത്. അപ്രകാരം ഭൂമി കൈമാറി വർഷങ്ങളായിട്ട് കരമടയ്ക്കുന്നു, അതിനകത്ത് ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്ടിനെയും മറികടന്നുകൊണ്ട് വഖഫിന് ആ ഭൂമി കൈയടക്കാം അല്ലെങ്കിൽ കൈവശപ്പെടുത്താം എന്നത് പറയുന്നത് എന്താ പറയുക, ഇതൊരു ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. പല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഈ ഒരു സംഗതിയില്ല, ഈ വഖഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമില്ല. നമുക്കറിയാം ഈ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ അവിടെ നടന്ന ഒരു വളരെ വിചിത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അവിടെ ഈ സമാനമായിട്ട് ഈ പറയുന്ന മുനമ്പത്ത് നടന്ന ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. അവിടെ ഒരു രാജഗോപാൽ എന്ന് പറയുന്ന ഒരു കർഷകന് കടം വീട്ടാൻ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്തിയപ്പോഴാണ് തന്റെ പേരിലുള്ള ഭൂമി തന്റെ പേരിലല്ല എന്നൊരു കാര്യം ആ വ്യക്തി അറിയുന്നത്. അത് വഖഫ് വകയാണെന്നും വഖഫ് ബോർഡിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ആ ഭൂമി ക്രയവിക്രയം നടത്താൻ പാടുള്ളൂ എന്നാണ് സബ് രജിസ്ട്രാർ പറയുന്നത്. അതിന്റെ വിചിത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ രാജഗോപാലിന്റെ മാത്രമല്ല തിരുച്ചെന്തൂരെ ഗ്രാമം മുഴുവൻ വഖഫിന്റെ കീഴിലാണെന്നുള്ള രീതിയിൽ. അത് എങ്ങനെയാണ് സംഭവിച്ചത്? 1672 മുതൽ 1749 കാലത്ത് ആർക്കോട്ട് നവാബായിരുന്ന അൻവറുദ്ദീൻ ഖാൻ വഖഫിന് സംഭാവന ചെയ്തതാണ് ഗ്രാമം. ഒരു 300 വർഷം മുമ്പ് ആർക്കോ എന്തോ തോന്നി വഖഫിന് സംഭാവന ചെയ്തു. അതിനുശേഷം എത്രയോ ആൾക്കാരുടെ കൈകളിലൂടെ ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഈ സ്വന്തം പേരുള്ള ഭൂമി സ്വന്തം പേരിലല്ല, അത് വഖഫിന്റേതാണ് എന്നൊരു ദാരുണമായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള അവസ്ഥാവിശേഷം ഈ വ്യക്തി തിരിച്ചറിയുന്നത്. 1956 ഡിസംബർ 28 തമിഴ്നാട് വഖഫ് ബോർഡിന്റെ രജിസ്റ്റർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എത്രത്തോളം ഒരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ക്രൂരമായിട്ടുള്ള നിയമ ഭേദഗതികൾ അല്ലേ? ഇവിടെ ജോർജ് പറഞ്ഞോളൂ, ഈ തമിഴ്നാട്ടിലെ വിഷയത്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ചുമ്മാ പറഞ്ഞാൽ മതി. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നവാബ് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒരു പേപ്പറും അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ഓതറൈസ്ഡായ പേപ്പറും ഡോക്യുമെന്റേഷനും ഒന്നും അവർക്കൊരു ആവശ്യമില്ല. ഇവിടെ ഞാൻ മറ്റൊരു വലിയൊരു അവസ്ഥ പറയാം. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം ഈ വഖഫ് ബോർഡിൽ 58,000-ഓളം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. അതുകൂടാതെ ഈ വഖഫ് ട്രൈബ്യൂണലുകളിൽ ഈ ഒരു ഡിസ്പ്യൂട്ട് ക്ലാഷുമായി ബന്ധപ്പെടുത്തി 12,000-ഓളം കേസുകൾ വേറെയുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1,00,000-ഓളം കേസുകൾ വ്യത്യസ്തങ്ങളായ പ്രോപ്പർട്ടിയുടെ അതിൻ്റെ ആ ഒരു എന്നാ പറയുക ഈ ക്ലെയിം ആ ഒരു ഡിസ്പ്യൂട്ടിൽ പെട്ട് കിടക്കുകയാണ്. മനസ്സിലാക്കണം. ഇങ്ങനെ അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ എന്താ, ജനങ്ങൾ സ്റ്റാഗ്നൻ്റ് ആവുകയാണ്. അവർക്ക് അവിടെ പ്രോപ്പർട്ടി വെച്ചാൽ അവർക്ക് അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കില്ല, അവർക്ക് ലോൺ കിട്ടുകയില്ല, അവർക്ക് യാതൊരു രീതിയിലുള്ള സാമ്പത്തികമായി ആയിട്ടുള്ള ഒരു സോഴ്സും അവരുടെ പ്രോപ്പർട്ടികളിൽ നിന്ന് കിട്ടുകയില്ല. മനസ്സിലാക്കണം. അപ്പോൾ എന്നാൽ ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങളോ വളരെ മെല്ലെയാണ്. എപ്പോൾ വേണം വെച്ചാൽ പ്രോപ്പറായ രീതിയിലുള്ള കേസിൻ്റെ പ്രൊസീഡിങ്സോ അതിൻ്റെ ഒരു വിധി പറയലോ ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ജീവിതത്തെ വലിയ ദുരിതത്തിലാക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് പലരും കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ഈ കേസിൻ്റെ ഒരു വലിയൊരു ആഴത്തെക്കുറിച്ച് ഒന്നും ഒട്ടും നമ്മൾ മനസ്സിലാക്കാൻ വെച്ചിരിക്കുക. ഇനി അതുപോലെ മറ്റൊരു വ്യവസ്ഥ പറയുകയാണ്, നമ്മൾ ഈ 1995 മുതൽ എടുക്കുകയാണെങ്കിൽ ഈ 2020 വരെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയിലുണ്ടായ വർധനവ് ഭയങ്കര വർധനമാണ് ശരിക്കും. അതായത് ഒരു 1000% കൂടുതലോളം അത്ര ശതമാനം കൂടി ഇവരുടെ പ്രോപ്പർട്ടിയുടെ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കണക്കുണ്ട്. ശരി, ഇവിടെ ഈ കണക്ക് പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്. വഖഫ് ബോർഡിന്റെ നമ്മുടെ ഈ ഭൂമി വർധനയെക്കുറിച്ച് വളരെ കൃത്യമായ കണക്ക് പറയുന്നത് എങ്ങനെയാണ്? 950 അത് 52,000 ഏക്കറായിരുന്നു. ഇത് 2009 അത് 4 ലക്ഷമായിട്ട് കൂടി. മനസ്സിലാക്കണം. വീണ്ടും 2014 അത് 6 ലക്ഷം ഏക്കറായി മാറി. ഇനി 2024 കണക്ക് പ്രകാരം
9,40,000 ഏക്കറായി മാറി. ഈ 2009 ശേഷം ഏകദേശം ഇരട്ടിയിലധികം വർധനവുണ്ടായിട്ടുണ്ട്. അതെ. അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രവർത്തിച്ചത് എനിക്ക് തോന്നുന്നു 2013 ആ ഭേദഗതി ആക്ട്. അതിന്റെ അകത്ത് വളരെ അനിയന്ത്രിതമായിട്ടുള്ള അധികാരം ഈ വഖഫ് ബോർഡിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള ചില നിയമ ഭേദഗതികൾ ഒളിപ്പിച്ചു കിടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ഇരട്ടിയിലധികം ഒരു വർധനവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു 1000% കൂടുതലായിട്ടുള്ള വർധന ഒരു 50 വർഷം ഉണ്ടായി. അപ്പൊ ഈ രീതി പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യ മുഴുവൻ തന്നെ വഖഫ് ബോർഡിനായിട്ട് അല്ലെ അങ്ങനെ അവർ മാറാനുള്ള സാധ്യതയുണ്ട്. അല്ല, മാറാനുള്ള സാധ്യതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ രാജ്യങ്ങളെല്ലാം, ഈ പ്രദേശങ്ങളെല്ലാം ഭരിച്ചത് ഇസ്ലാമിക് രാജാക്കന്മാരായിരുന്നു. ഇവരുടെ പ്രഭുക്കന്മാര് വേറെയുണ്ട്. പലപ്പോഴും ഗുജറാത്തിന്റെ ഭാഗങ്ങളിൽ ഈ കലാപങ്ങൾ നടന്നിരുന്നതിന്റെ ഒരു കാരണം പറയുന്നത് ഈ മുസ്ലിം പ്രഭുക്കന്മാര് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് കലാപങ്ങൾ, ഹിന്ദു ആളുകൾ കലാപങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പണം ക്രയവിക്രയം നടത്തിയിരുന്ന പ്രഭുക്കന്മാരടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. രാജാക്കന്മാർ കൊടുത്ത കൺസെഷനോട് കൂടിയിട്ട് സ്ഥലങ്ങളുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ആ കാലത്തെ ഭൂമിയും വസ്തുക്കളും എല്ലാം ഇനിയുള്ള കാലക്രമത്തിൽ ഈ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ആർക്കാണ് ഇവിടെ ഭൂമി ഉണ്ടാവുക? ഇവിടെ ജോർജ് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വഖഫിന് പല നല്ല രീതിയിലുള്ള തന്നെ ഈ വകഭേദങ്ങളുണ്ട്. പ്രൈവറ്റ് വഖഫ് ഫണ്ട്, പബ്ലിക് വഖഫ് ഫണ്ട്, ഇതൊക്കെ അറിയാലോ ശരിക്കും. പ്രൈവറ്റ് വഖഫ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറയുന്ന വഖഫിൽ നിന്ന് കിട്ടുന്ന പൈസയും മറ്റു കാര്യങ്ങളെല്ലാം ആ വ്യക്തിയെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രം. പബ്ലിക് ആണെങ്കിൽ അത് സാധാരണക്കാർക്കെല്ലാം കൊടുക്കാൻ പറ്റും. വെച്ചാൽ ആർക്ക് മാത്രം? മുസ്ലിം വിശ്വാസികൾക്ക് മാത്രം. ഇങ്ങനെ പല രീതി ഷിയ വഖഫ് ഉണ്ട്, സുന്നി വഖഫ് ഉണ്ട്, ഇങ്ങനെ പല രീതി വഖഫ് ഉണ്ട്. എല്ലാം പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാക്കുന്നുണ്ട്. അവിടെയാണ് റൂം പറഞ്ഞുള്ള വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ. ഇത് ഒരു കൂട്ടം എന്നാ പറയാ, ഒരു വലിയ മാഫിയകളുടെ കയ്യിലാണ് വഖഫ് ഇരിക്കുന്നത്. അവിടുന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ കൊണ്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനി ഈ പണം എങ്ങോട്ട് പോകുന്നു? ഞാൻ പലപ്പോഴും പറയുകയാണ്, ഈ പണം പലപ്പോഴും പല രീതിയിലുള്ള അധിനിവേശ പ്രവർത്തനങ്ങൾക്കായിട്ടും ഉറപ്പായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ പല രീതിയിലുള്ള അസ്വസ്ഥകൾ വന്നപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ BJP ഗവൺമെന്റ് കുറച്ച് ലേറ്റായി. അവരുടെ ഫസ്റ്റ് ടൈമിലോ ഒന്നും അവർ ഇതിനെക്കുറിച്ച് കാര്യം ചിന്തിച്ചില്ല. എന്താ അർത്ഥത്തില്ല, കണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ എന്താണ് അവർ ചിന്തിച്ചില്ല. ഇപ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി വളരെ ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും ഈ ഒരു തീരുമാനം JPCക്ക് വിട്ടത് തികച്ചും ശ്ലാഘനീയമാണ്. ഈ JPC നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു കോലാഹലമാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത്രമാത്രം അസ്വസ്ഥരാകുന്നത്? അവരെന്തുകൊണ്ട് മറ്റുള്ള മതവിഭാഗക്കാരുടെ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ വിഷമം വരെ മനസ്സിലാക്കുന്നില്ല? ഇത് അവരുടെ ജീവിതത്തിലുള്ള ഒരു വലിയ കടന്നുകയറ്റമാണെന്നുള്ള ചിന്തയിലുള്ള ഈ പറയുന്ന പോലെ ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവര് ഉണ്ടാക്കുന്ന കോലാഹലം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വഖഫിന്റെ പ്രോപ്പർട്ടി എല്ലാം ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ പോകുന്നു അങ്ങനെ. പക്ഷെ കുറെ കൂടി ഒരു സുതാര്യത അതിന്റെ അകത്ത് കൊണ്ടുവരാൻ, അതായത് വഖഫിന് തോന്നിക്കഴിഞ്ഞാൽ വഖഫാണ് എന്ന് നിർവചിക്കുന്ന ആ ഒരു നിർവചനം അത് ജില്ലാ കളക്ടർക്ക് അതിന്റെ ഒരു അധികാരം കൊടുക്കുന്നു. ഈ വസ്തുവകകൾ കുറെ കൂടി ഒരു ഓഡിറ്റിംഗ് വിധേയമാക്കുന്നു, അല്ലെങ്കിൽ അത് കുറെ കൂടി ക്രോഡീകരിക്കുന്നു. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടാക്കുന്നു. ഈ പറയുന്ന ഈ നീതി നിഷേധങ്ങൾ ഒഴിവാക്കുന്നു. അതല്ലാതെ നിലവിലുള്ള ഭൂമി പിടിച്ചെടുക്കാനോ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നുമില്ല. പിന്നെ ആകെ ഇവർ ഉന്നയിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ബോർഡിൽ അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരാനുള്ള പ്രപ്പോസൽ. പക്ഷേ അതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു വാദഗതിയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദേവസ്വം ബോർഡ് അതൊരു ഹൈന്ദവ വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലേക്കും ഒരു അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കാറില്ല. പക്ഷേ ഈ വഖഫിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ രാജ്യത്തിലെ മുസ്ലിം ഇതര മതവിശ്വാസികളുടെ ഭൂമിക്ക് നേരെയാണ് ഇവർ പലപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവർ സമീപിക്കുന്നത് ഇത് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നീതി നടപ്പാകണമെങ്കിൽ ആ വിഭാഗവുമായി ബന്ധപ്പെട്ടവർ തീർച്ചയായിട്ടും ആ ബോർഡിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നതെന്ന് അതിനെ അനുകൂലിക്കുന്നവർ പറയും. ജോർജ് പറഞ്ഞ പോലെ ഈ വഖഫ് ബൈ യൂസർ ബൈ വഖഫ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുല വെച്ച് ഇവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി പ്രാർത്ഥിച്ചോ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോപ്പർട്ടി അവരുടെ മാറാനുള്ള അല്ലെങ്കിൽ അവർക്ക് ക്ലെയിം ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു കേസിൽ സംഭവിച്ചത് മനസ്സിലാണ്. അപ്പൊ ഇവിടെ ജോർജ് പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യൻ സ്കൂളുകളിലും അതുപോലെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ ഇവർ നിസ്കരിച്ച് കഴിഞ്ഞാൽ നാളെ ഈ പ്രോപ്പർട്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ രീതിയിലുള്ള ഒരു നിയമം പ്രാബല്യത്തിലാണെന്ന് വെച്ചാൽ എന്തൊരു ഇപ്പം ഇവിടെ അതൊരു കാട്ടുനീതിയല്ലേ ശരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു പരിഷ്കരണം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഒപ്പം ജോജി നേരത്തെ ചോദിച്ച ചോദ്യം, ഈ 2024 ജൂലൈ 26 മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് ഗുർബാൻ സിംഗ് അഹ്ലുവാലിയ ചോദിച്ചതാണ്. ഇനി താജ്മഹലിനും ചെങ്കോട്ടയ്ക്കും ഇന്ത്യ മുഴുവനും വേണ്ടി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുമോ എന്നുള്ളൊരു കാര്യം. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കെതിരെ 3 ചരിത്ര സ്മാരകങ്ങളും അവയെ ഉൾക്കൊള്ളുന്ന പറമ്പുകളും തങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡിന്റെ കേസുമായി ബന്ധപ്പെട്ട് വിധി തീർപ്പിലാണ് പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു, പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ മുനമ്പം ചെറായി മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന 610ഓളം കുടുംബങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ, അത് 1902 മുതലാണ് ആ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ആരംഭിക്കുന്നത്. മഹാരാജാവ് ഈ പറയുന്ന ഒരു വ്യക്തിക്ക് ആ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നു. പിന്നെ അത് ഭൂമി ആ വ്യക്തിയുടെ അനന്തരാവകാശി അത് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു. ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന അവിടുത്തെ പ്രദേശവാസികൾ ആ ഭൂമി വിലയ്ക്ക് വാങ്ങുന്നു. 1989 മുതൽ അവർക്ക് ആധാരമുണ്ട്. അതിൽ പ്രകാരം അവർ കരമടച്ച് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ പറയുന്ന ഈ മഹാരാജാവ് ഈ പറയുന്ന ഭൂമി ഈ സേട്ടിന് കൊടുക്കുന്നതിന് മുമ്പ് വർഷങ്ങളായിട്ട് അവിടെ പ്രദേശവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അവിടെ ജീവിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2022 ഞാൻ നേരത്തെ സൂചിപ്പിച്ച തമിഴ്നാടിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ക്രയവിക്രയം നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന തഹസിൽദാറിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് വഖഫിന്റെ പ്രോപ്പർട്ടിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യം അറിയുന്നത്. 2019 മുതൽ ഇതിനുള്ള നീക്കങ്ങൾ വഖഫ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സംബന്ധിച്ച് നോട്ടീസ് ഒന്നും ആർക്കും ലഭിച്ചിരുന്നില്ല എന്നതാണ് അതിന്റെ ഒരു വസ്തുത. അപ്പോൾ ഇത്തരത്തിലുള്ള പല നീക്കങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജോഷിയച്ചൻ നൽകിയ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ എറണാകുളം MP ഈ വഖഫുമായി ബന്ധപ്പെട്ട് എഴുതിയൊരു കത്തില് പറയുന്നുണ്ട്, ചെറായിലേത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു വിഷയമാണെന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നമുക്കറിയാം ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം നടക്കുന്ന കേസുകളുടെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ വാംസി പോർട്ടലിലെ കംപ്ലൈൻറ്റ്സ് ഏകദേശം 58,000-ഓളം വരും. ഒപ്പം തന്നെ വിവിധ വഖഫ് സ്റ്റേറ്റ് ബോർഡുകളിൽ പെൻഡിങ് നിൽക്കുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12,700-ഓളം വരും. ട്രൈബ്യൂണലുകളിൽ നിൽക്കുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18,400-ഓളം വരും. കേസുകൾ ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും ഇത് സംബന്ധിച്ച കേസുകൾ എന്ന് പറയുന്നത് 165-ലധികം കേസുകൾ വരും. നമുക്കറിയാം സുതാര്യമായിട്ട് പോകുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇത്രത്തോളം കേസുകൾ വരുന്നു എന്നത് തന്നെ ഒരു ചോദ്യം തന്നെയാണ്. അവിടെ തന്നെയാണ് ഈ ഒരു ഭേദഗതിയുടെ ഒരു പ്രസക്തി ഇരിക്കുന്നത്, അല്ലേ? പലപ്പോഴും കോടതികൾ ചെല്ലുമ്പോഴും പോലും ഈ കേസുകൾ പലപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് കാരണം ജനങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ വസ്തുത. രാഷ്ട്രീയക്കാർ ഇത് കാണുന്നില്ല. ഇപ്പം ഈ MP പറഞ്ഞതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസ് അദ്ദേഹത്തിന് ഇത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ഒരു പാർട്ടിയുടെ പോളിസിയുടെ ഭാഗമായിരിക്കാം, അവർക്ക് അത്ര ചെയ്യാൻ കഴിയുള്ളായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും എത്രയോ ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് കൊണ്ടുവരേണ്ട ഒരു അമെൻഡ്മെന്റ് എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡിന് ഒരു പരിധികളില്ലാതെ ക്ലെയിം ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. ഈ വഖഫ് ബോർഡിന്റെ ഈ ഭൂമി വഖഫ് ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഭൂമി ആരുടെ കയ്യിലിരിക്കുന്നത് അവർക്കും ക്ലെയിം ചെയ്യാനുള്ള അധികാരം കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ കാരണം വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാമെങ്കിൽ പിന്നെ അതിന് മുന്നേ ഉള്ള ആളുകൾക്ക് ഭൂമി ക്ലെയിം ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? ശരിക്കും ആ രീതിയിലൊക്കെ കാരണം ഇത് ഇത്ര അനീതിപരമായ ഒരു നിയമത്തിനെതിരെ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നത്? കോടതി പോലും അത്ര അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. കാരണം ആർക്കിയോളജിക്കൽ സർവേയുടെ ഈ പല പഴയ മോണുമെന്റുകൾ അങ്ങനെയുള്ള ശവകുടീരങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളുടെ മേലാണ് ഇവർ വഖഫ് അന്ന് ക്ലെയിം ഉന്നയിച്ചത്. അവർ കോടതിയിൽ പോയി, കോടതി ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ പോലും അത് കോടതിയിൽ കിടക്കുകയാണ്. ഇപ്പോഴും അത് തീർന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ നൂലാമാല എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും തീരുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടികളുടെയും ആ കേസുകൾ ഇപ്പോഴും കോടതിയിൽ കിടക്കുകയാണ്, അതൊന്നും തീരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് ജനങ്ങളെ ഇപ്പം ഈ മുനമ്പം പ്രദേശത്തെ ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഈ ഒരു ഫോക്കസിൽ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഈ മുനമ്പം പ്രദേശത്തെ ജനങ്ങളുടെ അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്ക് ഇനി ഒരു കാലത്തും ഈ നൂലാമാലയിൽ നിന്ന് ഒരു കാലത്തും ഒഴിവാകാൻ പറ്റിയല്ല. ഇതിങ്ങനെ അങ്ങനെ കിടന്ന് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് അങ്ങനെ പോകുന്നു. കാരണം അത്ര ഭീകരമാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം ഈ സംഗതി തന്നെ ശരിക്കും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത്. വഖഫ് നിയമത്തിന്റെ മറവിൽ ഇന്ത്യയിലെ ജനങ്ങളെ ശരീഅത്ത് നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ഗൂഢ അജണ്ടകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സർക്കാർ, മൂന്നാം NDA സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ ഒരു കാടടച്ച് എതിർക്കാതെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ കാടടച്ച് എതിർക്കാതെ അതിന്റെ ഒരു മെറിറ്റ് പരിശോധിക്കുവാൻ, എന്തുകൊണ്ട് അത്തരം ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്ന് പരിശോധിക്കുക. ആ നിയമ ഭേദഗതി എന്നതിനേക്കാൾ ഉപരി നിലവിലെ നിയമത്തിലെ അപാകതകൾ പരിശോധിക്കുവാനുള്ള ഒരു സുമനസ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു മതവിഭാഗത്തിന്റെയും അവകാശങ്ങൾക്ക് മേൽ ആരും കടന്നു കയറാൻ പാടില്ല. അത് ഹിന്ദു മതവിശ്വാസികളായിക്കോട്ടെ, മുസ്ലിം മതവിശ്വാസികളായിക്കോട്ടെ, ക്രൈസ്തവ മതവിശ്വാസികളായിക്കോട്ടെ. പക്ഷേ ഒരു മതത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മത നിയമത്തിന്റെ പേരിൽ മറ്റ് മതവിശ്വാസികളുടെ നേരെ അധിനിവേശം നടത്തുന്ന ശ്രമങ്ങൾ, അതാണ് ഈ ഒരു വഖഫിൽ എതിർക്കപ്പെടുന്നത്. അതല്ലാതെ ഒരു മുസ്ലിം മതവിശ്വാസത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം അല്ല എന്നൊരു യാഥാർത്ഥ്യം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ഒരു അധിനിവേശം രാജ്യത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിനും റെയിൽവേ വകുപ്പിനും ശേഷം ഏറ്റവും കൂടുതൽ സ്വത്തിന് ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ പറയുന്ന വഖഫാണ്. വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നിലവിലെ ഒരു നിയമ സംവിധാനങ്ങൾക്ക് പുറത്താണ് പലപ്പോഴും അവരുടെ ക്രയവിക്രയങ്ങളും അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങളും എന്നത് നമ്മൾ പരിഗണിക്കുമ്പോൾ എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഈ ഒരു വഖഫ് നിയമം
രാജ്യത്ത് മതേതര രാജ്യമായ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് എന്ന ഒരു ബോധ്യം തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ കണ്ണീര് ഒപ്പുവാനുള്ള നടപടികൾ, അതിനെ സംബന്ധിച്ച ചർച്ചകൾ ഇവിടെ ഉണ്ടാകട്ടെ. നിലവിലെ വഖഫ് നിയമ ഭേദഗതി തീർച്ചയായിട്ടും വളരെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാകട്ടെ. എല്ലാ മതവിശ്വാസികൾക്കും സാഹോദര്യത്തോടെ ജീവിക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമാകട്ടെ. അതിലേക്കാകട്ടെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രസ്താവനകളും ചർച്ചകളും പ്രതികരണങ്ങളും എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.